അസ്സലാമലൈക്കും. നമസ്കാരം. കൂട്ടുകാരെല്ലാം സ്കൂൾ തുറക്കുന്നതിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലേ? എന്നെ പോലെ തന്നെ പുതിയ ക്ലാസ്സിലേക്കുള്ള ഒരുക്കങ്ങളിലെ തിരക്കിലാവും നിങ്ങളെല്ലാവരും. ഈ തിരക്കിനിടയിലും ഒരു ഗൗരവമേറിയ വിഷയം നിങ്ങളോട് പങ്കിടാനാണ് ഞാനിപ്പോൾ വന്നത്. നമ്മളിപ്പോൾ വാർത്തകളിലും പത്രങ്ങളിലുമായി നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന പുതുതലമുറയെക്കുറിച്ചാണ്. നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന കൊടും വിപത്തിനെ പിടിച്ചു കെട്ടാൻ നമ്മുടെ സംവിധാനങ്ങൾക്കൊന്നും ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നത് ഭയാനകമാണ്. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെടുന്നവർ മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന, മനുഷ്യത്വം മരവിച്ചു പോകുന്ന ക്രൂരകൃത്യങ്ങളിലേക്ക് വഴിമാറുന്നു. ലഹരിയുടെ പരിണിത ഫലങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും ദിനം പ്രതി കൂടുതൽ ആളുകൾ അതിലേക്ക് ആകൃഷ്ടരാകുന്നു എന്നത് നിരാശാജനകമാണ്. പ്രിയ കൂട്ടുകാരെ, വളർന്നു വരുന്ന തലമുറ എന്ന നിലയിൽ നാം ഓരോരുത്തരും ലഹരി എന്ന മഹാമാരിക്കെതിരെ പോരാടാൻ പ്രതിബദ്ധരാണ്. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സ്വയം മനസ്സിലാക്കാനും നമ്മുടെ കൂട്ടുകാർക്കിടയിലേക്കും നമുക്ക് ചുറ്റുമുള്ളവരിലേക്കും ആ സന്ദേശം നമ്മളാൽ കഴിയുന്ന വിധം എത്തിക്കാനും നമുക്ക് ശ്രമിക്കാം. അണ്ണാൻ കുഞ്ഞിനും തെന്നാലി എന്നാണല്ലോ നമ്മെ പോലുള്ള സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ ലഹരി നിർമാർജനത്തിന് തുടക്കം കുറിക്കാൻ കഴിയണം. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. ഉത്തരവാദിത്ത ബോധമുള്ള രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിവുള്ള ഇന്ത്യയുടെ അഭിമാന പൗരന്മാരായി വളർന്നു വരാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അതിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നാളെയുടെ വാഗ്ദാനങ്ങളാവാനുള്ള പരിശ്രമമാവട്ടെ ഇന്നു മുതൽ നാം ഓരോരുത്തരുടെയും ലഹരി. നമ്മുടെ കൗമാരങ്ങളുടെയും യൗവനങ്ങളുടെയും അടിവേററുക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്ന പിശാചിന്റെ സന്തതികൾക്കെതിരെ അതിശക്തമായ നിയമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൂട്ടുകാർക്ക് നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.